കഴിഞ്ഞ എപ്പിസോഡിൽ മൂസ നബി അലൈഹി ഇസ്ലാമും സംഘവും ചെങ്കടലിലൂടെ ഇപ്പുറം എത്തിയ കഥ നാം പറഞ്ഞല്ലോ. അവിടുന്നവർ അവരുടെ വാഗ്ദാത ഭൂമിയായ കനാനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവർ പ്രവാചകനെ പിന്തുടർന്ന് വളരെ ദൂരം യാത്ര ചെയ്തു. കനാൻ സമൃദ്ധിയുടെ നാടാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ അതിവിടെ നിന്നും വളരെ അകലെയായിരുന്നു. അവരുടെ യാത്രയ്ക്കിടയിൽ സൂര്യന്റെ കത്തുന്ന ചൂട് അവർ കേൾക്കാതിരിക്കാനായി കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘങ്ങളെ കൊണ്ട് അവർ പോകുന്നിടത്ത് എല്ലാം തണൽ നൽകി. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷണം കണ്ടെത്തുക അസാധ്യമാണ്. ആളുകൾക്ക് വിശപ്പ് കാരണം ക്ഷമ നശിച്ചു. അവർ പ്രവാചകനോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ തങ്ങളുടെ സഹായകനായ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്തൊരത്ഭുതം! അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട ഭക്ഷണം ആകാശത്തു നിന്നും മഴ പോലെ അവർക്ക് എത്തിച്ചു കൊടുത്തു. ഇതാണ് മന്ന എന്നറിയപ്പെട്ടത്. ഈ ഭക്ഷണം കഴിച്ച് ജനങ്ങൾ മടുത്തപ്പോൾ അവർ പ്രവാചകനോട് മാംസാഹാരം ആവശ്യപ്പെട്ടു. പ്രവാചകൻ വീണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു അവരിലേക്ക് പക്ഷികളെ അയക്കുകയും ആളുകൾ അതിനെ പിടിച്ച് വേവിച്ച് കഴിക്കുകയും ചെയ്തു. തീർച്ചയായും അവർ അല്ലാഹുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കുറെ ദിവസങ്ങൾ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരുന്നു. പിന്നീട് ജനങ്ങൾക്ക് ദാഹിക്കാൻ തുടങ്ങി. പ്രവാചകൻ വീണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരുണാമയനായ അല്ലാഹു പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് മൂസ നബിയോട് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു പാറയിൽ അടിക്കാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ പാറയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ പാറയുടെ 12 ഭാഗത്തു നിന്നുമായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അത് 12 ഗോത്രക്കാർക്ക് വേണ്ടിയായിരുന്നു. അവർക്കിടയിൽ ഒരു തർക്കമുണ്ടാകാതിരിക്കാനായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത്. തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ അഹങ്കാരികളായി മാറി. അവർ അല്ലാഹുവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കഴിയുന്തോറും അവർ ഓരോരുത്തരും പ്രവാചകനോട് പരാതി പറയാൻ തുടങ്ങി. അവർക്ക് യാത്ര ചെയ്ത് മടുത്തെന്നും അവർക്ക് തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ പോവാനും പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അവസാനം അവർ പ്രവാചകനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കുറച്ചുനാൾ മുമ്പ് വരെ ഈജിപ്തിൽ ഫിർഔനിന്റെ അടിമകളായിരുന്നതും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടതുമെല്ലാം ജനങ്ങൾ മറന്നുപോയി. ഇതിൽ പ്രവാചകന് വളരെയധികം വിഷമം തോന്നി. മാസങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം അവസാനം അവർ സീനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തി. ഈജിപ്തിലേക്ക് പോകുന്ന വഴി പ്രവാചകനോട് അല്ലാഹു സംസാരിച്ച സ്ഥലമായിരുന്നു അത്. അവിടെ എത്തിയപ്പോൾ പ്രവാചകൻ അവരോട് അദ്ദേഹം മടങ്ങി വരുന്നതുവരെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് മലമുകളിലേക്ക് പോയി. പ്രവാചകൻ മടങ്ങി വരുന്നതുവരെയുള്ള ഉത്തരവാദിത്തങ്ങൾ തന്റെ സഹോദരൻ ഹാറൂണിനെ ഏൽപ്പിച്ചു. പിന്നീട് പ്രവാചകൻ മലമുകളിൽ കയറി. അത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അദ്ദേഹം പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോൾ അന്ന് കണ്ട അതേ തീ അവിടെ ഇപ്പോഴും ഉണ്ടായിരുന്നു. അല്ലാഹു അദ്ദേഹത്തോട് സംസാരിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഇസ്രായേലിന്റെ ഭരണത്തിന് വേണ്ട നിയമങ്ങൾ ഒരു കല്ലിൽ രേഖപ്പെടുത്തിയ ഒരു ഫലകം നൽകി. അതെടുത്തുകൊണ്ട് തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് പോകുവാനും അതിൽ എഴുതിയതെല്ലാം കർശനമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിച്ചു. പ്രവാചകൻ പോയിട്ട് ഇപ്പോൾ കുറെ ദിവസങ്ങളായിരിക്കുന്നു. അവർക്ക് ക്ഷമ നശിക്കാൻ തുടങ്ങി. അവർ ഹാറൂൻ നബി അലൈഹിസ്സലാമയെ വഴക്ക് പറയാൻ തുടങ്ങി. അവർക്കിടയിൽ നിന്ന് സമരിയ എന്ന് പേരുള്ള ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മൂസ നമ്മളെ ഉപേക്ഷിച്ചു പോയി. ഇനി അവൻ മടങ്ങി വരികയില്ല. നമുക്ക് നമ്മുടെ ദൈവങ്ങളായ വിഗ്രഹങ്ങളോട് ആവശ്യപ്പെടാം. അതിന് നമ്മുടെ കയ്യിൽ വിഗ്രഹങ്ങളൊന്നുമില്ലല്ലോ. മറ്റൊരാൾ പറഞ്ഞു, നമുക്ക് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കാം. സമരിയ പറഞ്ഞു, വീണ്ടും വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ അള്ളാഹുവിൽ നിന്നുണ്ടാകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അവർ താക്കീത് നൽകി. എന്നാൽ ജനങ്ങൾ അത് ചെവിക്കൊണ്ടില്ല. അവർ അവരുടെ പദ്ധതികളുമായി മുന്നോട്ടു പോയി.
സമരിയ പറഞ്ഞതുപോലെ ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും വാങ്ങിച്ച് ഒരു വലിയ പാത്രത്തിലിട്ടു. അതിനെ ഉരുക്കിയെടുത്തു. ഈ ഉരുക്കിയ സ്വർണം ഉപയോഗിച്ച് അവർ സ്വർണത്തിന്റെ ഒരു കാളയെ ഉണ്ടാക്കി. അതിന്റെ ഉള്ളു പൊള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ കാറ്റ് വീശുമ്പോൾ അതിൽ തട്ടി ഒരു ശബ്ദമുണ്ടാകുമായിരുന്നു. അത് കേട്ടപ്പോൾ ഇസ്രായേലർ ഇത് അവരുടെ ദൈവമാണെന്ന് വിശ്വസിച്ചു. അതിനെ ആരാധിക്കാൻ തുടങ്ങി. 40 ദിവസങ്ങൾക്ക് ശേഷം മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നു. അദ്ദേഹം ഇതാണ് കണ്ടത്. സ്ത്രീകളും പുരുഷന്മാരും കാളയുടെ പ്രതിമയ്ക്ക് ചുറ്റും നിന്ന് നൃത്തം കളിക്കുന്നതും അതിനെ ആരാധിക്കുന്നതുമാണ്. അദ്ദേഹത്തിന് ദേഷ്യവും വിഷമവും ഉണ്ടായി. അദ്ദേഹം ദേഷ്യത്തോടെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം തറയിലേക്കെറിഞ്ഞു. പ്രവാചകൻ തന്റെ സഹോദരന്റെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു, എന്റെ അസാന്നിധ്യത്തിൽ ജനങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഹാറൂൻ നബി അലൈഹിസ്സലാം തന്നെ വിടാൻ അപേക്ഷിച്ചുകൊണ്ട് സഹോദരനോട് പറഞ്ഞു, ഞാൻ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവരാരും അത് ചെവിക്കൊണ്ടില്ല. മാത്രമല്ല എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സമരി പ്രവാചകന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാൽപാദത്തിനടിയിൽ നിന്നും ഒരു നുള്ളു മണ്ണ് എടുക്കുകയാണ്. അത് ഞങ്ങളുണ്ടാക്കിയ ദൈവത്തിന്റെ മേൽ വിതറാനാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകന് ദേഷ്യം വന്നു. പ്രവാചകന്റെ കൺമുന്നിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറിപ്പോകാൻ സമരിയയോട് പ്രവാചകൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഇവിടുന്ന് പോവുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക. ഇത് നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ ശിക്ഷയാണ്. പ്രവാചകനെ സുഖിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു സമരിയ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ പ്രവാചകന് കൂടുതൽ ദേഷ്യം വരികയാണ് ചെയ്തത്. പിന്നീട് പ്രവാചകൻ ആ സ്വർണ്ണ വിഗ്രഹത്തെ നശിപ്പിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചതിന് അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്ന്. അതിനാൽ ഓരോ ഗോത്രത്തിൽ നിന്നും 70 മുതിർന്ന ആളുകളെ വീതം തിരഞ്ഞെടുത്തു. എന്നിട്ട് അവർ ചെയ്ത തെറ്റിന് മാപ്പിനെ തേടാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം 70 പേരെ കൊണ്ട് സിനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് നടന്നു. മലയുടെ മുകളിലെത്തിയപ്പോൾ പ്രവാചകൻ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു. അവിടെ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആലയുമായി വീണ്ടും സംഭാഷണം നടത്തി. പ്രവാചകൻ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ അവർക്ക് കാണാൻ കഴിയില്ലായിരുന്നു. പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഓ മൂസ, ഞങ്ങൾ എല്ലാവരും അള്ളാഹുവിനെ നേരിട്ട് കാണുന്നതുവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. പെട്ടെന്ന് വലിയൊരു ഇടിമുഴക്കമുണ്ടായി. ഭൂമി കുലുങ്ങി വിറച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. മലയുടെ താഴ്വാരത്തിൽ നിൽക്കുന്ന ഇസ്രായേലരായ ജനങ്ങളോട് എന്ത് പറയുമെന്നോർത്ത് പ്രവാചകൻ വിഷമിച്ചു. ആ 70 പേർ അവരിൽ ഏറ്റവും നല്ലവരായിരുന്നു. പ്രവാചകൻ വീണ്ടും അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി അവർക്ക് വേണ്ടി ക്ഷമ ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. മരിച്ചുപോയ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലരിൽ കുറെ പേർ അള്ളാഹുവിന്റെ ആജ്ഞകളെ ധിക്കരിച്ചു. ജനങ്ങളുടെ അവഗണനയും നിഷേധവും കാരണം പ്രവാചകന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അവർ ചെയ്ത പാപങ്ങൾ കാരണം അള്ളാഹു അവരെ ഒരിക്കലും കനാനിലേക്ക് എത്തിച്ചില്ല. മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിതനായ ഹാറൂൻ അലൈഹിസ്സലാം ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. വർഷങ്ങളായുള്ള യാത്രക്കൊടുവിൽ അദ്ദേഹം വഫാത്തായി. മൂസാ നബിയുടെ മരണസമയം എത്തിയപ്പോൾ അള്ളാഹു മലക്കിനെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. മലക്ക് നബിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ മലക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി ചോദിച്ചു, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു അടിമയെ വിളിക്കാനാണോ എന്നെ അയച്ചത്? അള്ളാഹു മലക്കിനോട് പ്രവാചകന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാളയുടെ പുറകിൽ കൈവെക്കുവാനും അദ്ദേഹത്തിന്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന രോമങ്ങളിൽ ഓരോ രോമത്തിനും 1 വർഷം വീതം ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആവശ്യപ്പെട്ടു. മലക്ക് നബിയുടെ അടുത്ത് ചെന്ന് അള്ളാഹുവിന്റെ സന്ദേശം അറിയിച്ചു. അതിനുശേഷം എന്ത് സംഭവിക്കും? പ്രവാചകൻ ചോദിച്ചു. മരണം, മലക്ക് പറഞ്ഞു. എന്നാൽ അതിപ്പോൾ തന്നെ ആവട്ടെ. അദ്ദേഹം മറുപടി പറഞ്ഞു, പുണ്യഭൂമിയിൽ വെച്ചോ അതിനടുത്ത് വെച്ചോ
മരിക്കാൻ അനുവദിക്കണമെന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിച്ചു. അദ്ദേഹം ദൂരെ നിന്ന് തന്റെ വാഗ്ദത്ത ഭൂമി കണ്ടു.